ഹായ് ഫ്രണ്ട്സ്. ഹലോ. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിരുന്നു വീഡിയോ ഇട്ടിട്ട്. ഞങ്ങൾ വീടൊക്കെ മാറി. ഇപ്പോൾ വേറെ അജ്മാനിൽ തന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് വന്നേക്കാണ്. ഇന്നലെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത് ഇങ്ങോട്ടേക്ക്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇരുട്ടായി പോയി. ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഇരുട്ടായിപ്പോയി. ഒരു ദിവസം പകല് വെട്ടമുള്ളപ്പോൾ ഞങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും. ആരോ ഒന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ട് പോയി, അറബിലായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പം എന്തായാലും നമുക്ക് റൂമിലോട്ട് പോകാം. ഫുൾ അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റൂമിലോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെ ഇത് ഇങ്ങനെ 2 സ്ട്രീറ്റ് ഉണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ കടകൾ, ബാക്കിയെല്ലാം അറബ്സിൻ്റെ വീടുകളാണ് ഫുള്ള്. നല്ല രസം കേട്ടോ, നൈറ്റ് വൈബൊക്കെ നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ നടക്കാനൊക്കെ ഞങ്ങൾ ഇന്നലെ നൈറ്റും സാധനങ്ങളൊക്കെ കൊണ്ട് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. ഒരു കിട്ടില്ല വണ്ടി കിടക്കുന്നുണ്ടോ, പക്ഷേ ഏതാ വണ്ടി എന്നൊന്നും അറിഞ്ഞൂടാ. ഇവിടെ പക്ഷേ അടുത്ത് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഞങ്ങൾ രാത്രി വന്നു കഴിഞ്ഞ് വിശന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഷവർമ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ 2 ഷവർമ മേടിച്ച് കഴിച്ചു. നമ്മുടെ വീട് എത്താറായി. അപ്പോൾ ഇതാണ് നമ്മളുടെ ബിൽഡിങ്ങിലേക്കുള്ള എൻട്രി. ഫസ്റ്റ് ഫ്ലോർ ആണ്, നമ്മളുടെ 113 ആണ്. 113 ആണ് നമ്മുടെ റൂം നമ്പർ. ദേ തുറന്നകത്ത് കയറാൻ പോകുന്നു. തുറന്നകത്ത് കയറിയിരിക്കുന്നു. ഇത് ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. നമ്മളൊന്നും അടുക്കി പെറുക്കി വെച്ചിട്ടില്ല, കാരണം ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. വന്ന് അതേ കോലമാണ് കൊണ്ടിട്ടു. ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് അത്യാവശ്യം രാവിലെ പോകുന്ന നേരം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് തുറന്ന് നോക്കി, അത്രയ്ക്കുള്ളൂ. അങ്ങനെ തന്നെ കിടക്കുവാണ് അവിടെ. അതെ, അത്യാവശ്യം കുക്കിങ്ങിന് ഒരു ചായ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് പുറത്തുനിന്ന് വന്നു. ഒടുക്കത്തെ ചൂടായിരുന്നു, അതുകൊണ്ട് കുളിച്ച് ഫ്രഷായി അതെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കാന്ന് വെച്ചിരുന്നതാണ്. എല്ലാം അടുക്കി പെറുക്കുന്നൊന്നും നടക്കത്തില്ല. നാളെ ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. പക്ഷെ രാവിലെ ഡ്യൂട്ടിക്ക് പോയപ്പോഴും അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ പോലും തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മൾ എല്ലാ ബോക്സും ഓപ്പൺ ചെയ്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള അടുക്കിപ്പെറുക്കലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രൈഡേ ചെയ്യാൻ വിചാരിച്ചു. അതെ, അപ്പൊ എന്തായാലും അടുക്കിപ്പെറുക്കായിരിക്കും നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിക്കാന്ന് വെച്ചു. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ബോക്സ് ഇതില് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്തൊക്കെയോ. അപ്പൊ ഫസ്റ്റ് ഇത് വന്നിട്ട് എന്നോട് ഡയറി, ജോബിന്റെ ഒരു ഡയറി ആയിരുന്നു. ഇതിനകത്ത് പിന്നെ പ്ലാൻസും കാര്യങ്ങളും, ജോബിന്റെ കുറെ പ്ലാൻസ്. പിന്നെ ഇത് വന്നിട്ട് ഇത് ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് ബുക്കാണ്. ഞങ്ങളുടെ ഇവിടുത്തെ എക്സ്പെൻസും ഞങ്ങളുടെ സാലറിയും കൂടെ എങ്ങനെ ഒത്തുപോകുന്നു, ഞങ്ങൾ എവിടെയാണ് ഓവർ എക്സ്പെൻസ് ആവുന്നത്, അതെ എങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാം, അതിനുള്ളൊരു ഡയറിയാണ് ഇത്. ഇത് പിന്നെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. 30 ദിവസങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ പഠിക്കാം. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാറുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന വഴിക്ക് ഒരു എപ്പോഴും പഠിക്കാനുള്ളൊരു ബുക്കാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ബസ്സിലൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. പിന്നുള്ളത് ഇതിനിവിടെ 250. ഇതൊരു ബാഗാണ്. നമ്മൾ ഇപ്പം ഞങ്ങൾ ഇവിടെയുള്ള ഫാമിലിയുടെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകും, കസിൻസിൻ്റെ ഒക്കെ. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ബാഗാണ് ഇത്. പിന്നെ ഇത് പാസ്ത, ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ജോബിൻ്റെ ഫ്രണ്ട്സ് കൊടുത്തതാണിത്. പക്ഷെ ഇത് പൊട്ടിച്ചിട്ടില്ല. ഒരു ദിവസം പൊട്ടിച്ച് നോക്കണം. ഇല്ല, ഇതുവരെ നോക്കിയിട്ടില്ല. പിന്നെ ഇത് മാസ്ക്. ഇത് ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു കവർ, കുഞ്ഞൊരു ബാഗ്, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയൊരു ബാഗ്. ഇതും അത് തന്നെ ഒരു ബാഗാണ്. ഇത് ഞങ്ങളന്ന് കണ്ടപ്പോഴത്തേനെ വാങ്ങിച്ചത്. ഇത് കുറെ നമ്മളുടെ പേസ്റ്റ്, ഇപ്പൊ യൂസ് ചെയ്യുന്നതല്ല, ഇത് എക്സ്ട്രാ പേസ്റ്റ്. പിന്നെ മറ്റേ എന്തുവായിരുന്നു ഇതിന്റെ പേര്, അക്ഷയിലിടുന്ന ക്ലിപ്പ്. ഇതൊരു എക്സ്ട്രാ ബ്രഷ് വാങ്ങിച്ചിട്ട് 2 എണ്ണം. അതാണ് ഈ ബാഗില്. പിന്നെ ഇത് ചപ്പാത്തി റോള്. പിന്നെ ഇത് ഒലിവ് ഓയിൽ. ഇതും ജോബിന്റെ ഫ്രണ്ട്സ് തന്നെ ഞങ്ങൾക്ക്. ഇതൊരു ഹാൻഡ് വാഷിന്റെ 3 പാക്കറ്റിന്റെ സെറ്റ് ആയിരുന്നു. 2 എണ്ണം ഞങ്ങൾ യൂസ് ചെയ്തു. ഒരെണ്ണം ഓൾറെഡി ഫിനിഷ് ആയി, ഒരെണ്ണം ഞങ്ങൾ യൂസ് ചെയ്തു, ലെമൺ ഫ്ലേവർ. ഇത് ലാവൻഡർ ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു പെർഫ്യൂം ആട്ടോ. ഇതൊക്കെ ഇന്ന് രാവിലെ ഓഫീസിൽ പോയപ്പോൾ തപ്പിയിട്ട് കിട്ടാവുന്ന സാധനങ്ങൾ ഇതൊക്കെ. പിന്നെ ഇതും മറ്റേ നമ്മുടെ അണ്ടർ ആം പ്രൊട്ടക്ഷൻ റെക്സോണാണ്. ഓക്കെ, അടുത്തത്
കാരണം ഇത് എൻ്റെ ബാഗാണ്. ഇത് സിം ബാഗില്ലേ അതിൻ്റെ അത്യാവശ്യം കുഞ്ഞു പേഴ്സൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് പോകുമ്പോൾ ഉള്ള ബാഗാണ് എൻ്റെത്. ഇത് അതേപോലെ ഇത് ജോബിൻ്റെത് ഇങ്ങനെ ഷോൾഡർ ബാഗ് പോലെ ഇട്ടിട്ട് പോകുന്നതാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ഫേഷ്യൽ കിറ്റാണ്, ന്യൂട്രിഗ്ലോ നാച്ചുറൽസിൻ്റെ. പക്ഷെ അധികം ഒന്ന് 2 വട്ടം ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ വലിയ കുഴപ്പമില്ല, ഒരു ന്യൂട്രൽ എഫക്റ്റ് ആണ്. വാവ് ഫീലും ഇല്ല, എങ്കിലും കൊള്ളത്തില്ലാന്നില്ല, ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. നല്ലതാണ്, കോഫി ഫ്ലേവറാണ്, നല്ല ഫ്ലേവറാണ്. അടുത്തത് ഇത് മറ്റേ നമ്മളുടെ ഈ തിരിച്ചിടത്തില്ലേ എന്ത് തിരിച്ചു? ചപ്പാത്തിയൊക്കെ ചപ്പാത്തി അല്ലേ, കട്ട്ലറ്റ്, മീൻ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ. പിന്നെ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ. നല്ല ഫേസ് വാഷ്, ഇത് നല്ല എഫക്റ്റീവാണ് ഈ ഫേസ് വാഷ്. പിന്നെ ഇത് ഞങ്ങളുടെ വിറ്റാമിൻ സി ടാബ്ലറ്റ്, ഞങ്ങളെ കൊറോണയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ സി ടാബ്ലറ്റ് ഞങ്ങളുടെ. ഇത് പ്രോപ്പറായിട്ട് അടുക്കി പെറുക്കിയിട്ടൊന്നുമില്ല, കാരണം പെട്ടെന്നായിരുന്നു ഞങ്ങൾ വന്നത്. ഇത് എൻ്റെ നെയിൽ പോളിഷ് റിമൂവർ. ഇതും ജോബിൻ്റെ ഒരു പൗച്ച്, ജോബിൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നിൽക്കാൻ പോകുമ്പോൾ അത്യാവശ്യം ഇട്ടുകൊണ്ട് പോകുന്ന സാധനങ്ങളില്ല, പൗച്ചാണ്. ഇത് ഞങ്ങളുടെ ബസ്മതി റൈസ്, വല്ലപ്പോഴും ബിരിയാണി ഉണ്ടാക്കും, അതിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ബസ്മതി റൈസ്. പിന്നെന്താ ഇതൊക്കെ? ഇത് നമ്മളുടെ ഇനോ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നാളെ ആ പാസ്തയുടെ വേറൊന്ന് 4 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ. എന്തായാലും ഉറപ്പായിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യും. സമയമില്ലാഞ്ഞിട്ടോ ട്രൈ ചെയ്യാഞ്ഞിട്ടാ നിങ്ങളോടാ കേട്ടോ, സമയമില്ലാഞ്ഞിട്ടാണേ. എൻ്റെ മറ്റേ ഷേവിങ് ക്രീം എന്തിൻ്റെ ഗോദ്രേജിൻ്റെ, ഇതൊരു എന്താ പെർഫ്യൂമാണ്. ഇതിൽ ലുലുവിലെന്തോ ഞങ്ങൾ എക്സ്ചേഞ്ചിൽ ഞങ്ങൾ ക്യാഷ് നാട്ടിലോട്ട് ഇടാൻ പോയപ്പം അവിടുന്ന് ഗിഫ്റ്റ് അവിടുന്ന് നമ്മളൊരു കാർഡ് എടുത്തായിരുന്നു നാട്ടിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്ന് ഗിഫ്റ്റ് കിട്ടിയതാ. എൻ്റെ സ്പ്രേ കാണുന്നില്ല, അതിന് ഏത് ബോക്സിലാണെന്ന് എനിക്ക് അറിയില്ല, തപ്പി എടുക്കുമ്പോൾ കാണിച്ചു തരാമേ. പിന്നെ ഇതൊക്കെ കാലി ബോക്സ് എന്തെങ്കിലും കിറ്റ് വെക്കാൻ എടുത്തിട്ട്, ഇത് നമ്മൾ കോഫി വാങ്ങിച്ചപ്പോൾ ഉള്ള ബോക്സ്, ഇത് എന്തെങ്കിലും കിറ്റ് വെക്കണം. പിന്നെ എന്തായാലും ഞങ്ങളുടെ പൗഡറാണ്. ഇതിൽ 3 എണ്ണം ഉണ്ട്, അത് 3 എണ്ണം ഒരുമിച്ച് കിട്ടിയ പാക്ക്. അതിൻ്റെ 2 എണ്ണം എന്ത് ചെയ്യാൻ കണ്ടില്ല. ഇത് എൻ്റെ ആഫ്റ്റർ ഷേവ് ആക്സിൻ്റെ. ഇതൊക്കെ എൻ്റെ അനിയനാണ് നാട്ടിൽ നിന്ന് വെച്ച് കൊടുത്തിട്ട്. ഇത് ഒരു വാട്ടർ ബോട്ടിലാണ് ഞങ്ങളുടെ. ഇത് ജോബിയുടെ മമ്മിയുടെ സ്പെഷ്യൽ എണ്ണയാണ്. ഇത് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഇത് വലിയൊരു കുപ്പിയായിരുന്നു, ഇത് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്ത് കുഞ്ഞു പാക്കാക്കി വെച്ചിരിക്കുക. എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഇത് ബാഗിൽ ഇട്ടുണ്ടോ വേണ്ടി. നല്ല എഫക്റ്റീവ് സാധനമാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ പിന്നീട് പറഞ്ഞുതരാം, വലിയ ബ്ലോഗായിട്ട്. പിന്നെ ഇത് ഇത് ഞങ്ങളുടെ ഉപ്പാണ് കേസ്, രാവിലെ നോക്കിയിട്ട് കാണാത്തത് ഞങ്ങൾ പുതിയത് വാങ്ങിച്ചു. അതെ. പിന്നെ ഇത് എന്താ ജോബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂണിൽ, അന്ന് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ ആരുടെ ബർത്ത്ഡേ വന്നാലും ഇത് അതിൻ്റെ മുകളിൽ കാണും, ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മറ്റേ പാത്രം കഴിയുന്ന പാക്ക്, എക്സോ അല്ല റോയൽ പാക്ക്, അതെ അതിൻ്റെ ഇതാണ്. പിന്നെ ഇത് ഹണി, ഇതും ജോബിയുടെ കൂട്ടുകാർ. ഇതെല്ലാം ജോബിയുടെ കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഞങ്ങൾ ഈ എപ്പിസോഡ്. ഇതെല്ലാം ജോബിയുടെ കൂട്ടുകാർ ഞങ്ങൾക്ക് തന്നെയാണ്. ഇത് ഹണിയുടെയാണ്. ഇതെന്താ നോക്കട്ടെ, ഇതെന്തായാലും ഞങ്ങൾ തപ്പിയിട്ട് കിട്ടാത്ത എന്തെങ്കിലും വലിയ സാധനമാണ് ചാൻസ് ഉണ്ട്. വന്നിരിക്കുന്നു ഞങ്ങൾ. ഇത് ഞങ്ങളുടെ സ്പ്രേ ആണ്, ബോഡി സ്പ്രേ ആണ്. തീർന്ന ഇത് ആ 3 പൗഡർ കിട്ടിയെന്നും അല്ല, അതിനകത്ത് ഒരു പൗഡർ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഇപ്പം 2 പൗഡർ കിട്ടി. പിന്നെ ഇത് എൻ്റെ ബോഡി ലോഷനാണ്. ഇത് എനിക്ക് നല്ല എഫക്റ്റീവാണ്, പപ്പായയുടെ നല്ല ബോഡി ലോഷനാണ്, ഇത് നല്ലതാണ്. പിന്നെ ഇതാണ് നമുക്ക് ലുലുവിന്ന് അതെ നമ്മുടെ ലുലു എക്സ്ചേഞ്ചിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇത് അവിടെ ഒരു കാർഡ് എടുത്തപ്പോഴത്തേക്ക് ലുലു എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ വന്നിട്ട് ഇതൊരു അണ്ടറാം വൈറ്റമിൻ കെയർ ആണ്. ഇത് ഫാഡർ ഫസ്റ്റ് ബോക്സ് സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പെട്ടി തുറക്കാം. രണ്ടാമത്തെ പെട്ടി ഞങ്ങൾ ഇടയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ തപ്പിയിട്ട് പിന്നെ കിട്ടാനിട്ട് വാരിയിട്ടത്. രാവിലെ കുഞ്ഞായിട്ടൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി തപ്പി, പക്ഷെ ഒന്നും കിട്ടിയില്ല, പിന്നെ വാരി അത് കൊടുത്തിട്ട്. ഇത് ഞങ്ങൾ അന്ന് കാണിച്ചില്ലേ പാല്, അതേറ്റ് വരുന്നതാണ്. ഇത് ഓട്സാണ്. ഓട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വണ്ണം കുറയാൻ ഡയറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഉള്ള രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ആത്മാർത്ഥത്തോടെ കൂടും വണ്ണം കുറയ്ക്കാൻ, അപ്പം മേടിക്കുന്ന. പിന്നെ ഇത് മൈദ, ഇതൊക്കെ നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇത് പുട്ടുപൊടി,
ഇതെന്താ? ഇത് ഗോതമ്പ് പൊടി. അതെ, ഇത് ഞങ്ങളുടെ മിക്സഡ് ഫ്രൂട്ട്, നമ്മുടെ കോൺഫ്ലെക്സ്. അതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു മെയിൻ ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. ഈസി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞങ്ങളുടെ സ്വന്തം മാഗി. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന സമയമില്ല, എപ്പോൾ വേണേലും വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബാക്കിയൊക്കെ തീർന്നു. പിന്നെ ഇത് വന്നിട്ട് പാസ്ത. ഇത് വന്നിട്ട് പാസ്തയുടെ അതായത് പാസ്തയാണ്. സിലിണ്ടർ എനിക്ക് ശകലം ഇഷ്ടമല്ല സാധനം, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് എൻ്റെ ടിഫിൻ ബോക്സ്. ഇത് എൻ്റെ കുടയാണ്, ഞങ്ങളുടെ സ്വന്തം കുട. ഒറ്റ കുട എടുക്കും. ഇത് നമ്മളുടെ മറ്റേ തവിയുടെ വെറൈറ്റീസ് ഓഫ് തവീസ്. ഇത് വീട്ടിൽ നിന്ന് കൊടുത്തിട്ട്, ഇത് ജോബിൻ്റെ വീട്ടിലാണ്. മറ്റേ നമ്മുടെ പിഴുപുളിയാണിത്. ഇത് നമ്മുടെ കോഫി മെയിൻ. നമ്മൾ കോഫി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ചെറിയ പതയൊക്കെ വരും. പക്ഷെ വലിയ ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. ക്രീമി കോഫി ഇട്ട് കുടിക്കാം. ഇത് എപ്പോഴും ഒന്നും കുടിക്കത്തില്ല, ഇത് വല്ലപ്പോഴേ കുടിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് തൊട്ടുപുളി. ഇതും ജോബിൻ്റെ വീട്ടിൽ തന്നെ തൊട്ടുപുളി. ഇതൊക്കെ മമ്മി തന്നു വിട്ടതാണ് വരാൻ നേരം. ഇത് ഞങ്ങളുടെ ചെറുപയർ. ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കഞ്ഞിയും പയറൊക്കെ കൊടുക്കുന്ന തീരുന്ന. ഇതൊക്കെ പിന്നെ ഇതൊക്കെ കാൽപ്പാട്ട് എന്തിനോ ഞങ്ങൾ എടുത്തിട്ടേക്കുവാ. ഇത് വന്നിട്ട് ചില്ലി ഫ്ലേക്സാണ്. ഇത് എല്ലാത്തിൻ്റെയും കൂടെ മുകളിൽ ഞങ്ങളൊന്ന് വിതറും. ഇത്രയും കൊടുക്കും. ചില്ലി ഫ്ലേക്സാണ്. പിന്നെ ഇത് വന്നിട്ട് എഴുതി വെച്ചിട്ടില്ല, എന്തോ പൊടി, രസപ്പൊടിയാണോ ഫിഷ് മസാലയാണോ ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടിയാണ്. കുറേ അടുക്കള സാധനങ്ങൾ രാവിലെ എടുത്ത് അടുക്കളയിൽ വെച്ച് ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പഞ്ചസാര അതേപോലത്തെ ഒരു കുപ്പിയിലാണ് ഇടുന്നത്. ഇത് ഉലുവ. ഇത് ഞങ്ങളുടെ അമ്മ തന്നെ ഉലുവ പൊടിച്ച് തന്നിട്ട്. ഉലുവ പൊടിച്ചു വിട്ട പൊടി. ഇത് ഫിഷ് മസാല. ഇതാണ് ഇത് ഫിഷിനെ വരച്ചിരിക്കുന്നത്. ഇതെൻ്റെ അനിയെ വരച്ച. ഞങ്ങൾ എറണാകുളത്തായിരുന്ന സമയത്ത് ഇവർക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, ഈ ജോബിനും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു, അവൻ തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ എഴുതി വെച്ചപ്പം അവൻ ഈസി ആയിട്ട് അറിയാൻ വേണ്ടി വരച്ച് വെച്ചതാണ് ഫിഷ് മസാല. ഇത് സ്മൈലി ബോൾ. ഇവിടെ മറ്റേ നമുക്ക് ആ സ്മൈലി ബോൾ നമ്മുടെ ചിരിക്കുന്ന കിട്ടിയില്ല. ഇത് വന്നിട്ട് ഇതൊക്കെ എന്തോ പെട്ടെന്ന് പാക്ക് ചെയ്യാണ്. പൗഡർ കിട്ടിയിരിക്കുന്നു. മൂന്നാമത്തെ പൗഡർ സക്സസ്ഫുള്ളി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. 3 പൗഡർ. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഈ ബോക്സും കഴിഞ്ഞു. അടുത്ത ബോക്സ് കഴിഞ്ഞു. ഇത് അടുത്ത നമ്മുടെ ട്രോളി ബാഗ്. ഇത് ഫുൾ എൻ്റെ ഡ്രസ്സാണ്. ഡ്രസ്സ്, അയൺ ബോക്സ്, അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ വായിട്ടിരിക്കുകയാണ്. രാവിലെ ഇതിനകത്തൊരു തപ്പൽ നടന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഡ്രസ്സുകളാണ്. ഇതിനകത്ത് ഞങ്ങൾ രാവിലെ തപ്പി കുഴച്ചു വാരിയിട്ടേക്കാണ്. അത് കോയിൻ ഇട്ടിട്ട് നമ്മൾ ഗെയിം കളിക്കൂലേ, ഞാൻ അന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടായിരുന്നു. നമ്മൾ കോയിൻ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പാവ എടുക്കുന്ന ഒരു ഗെയിം ഉണ്ട്. ഇത് 1 2 3. ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു ഇവിടെ ജോലി. കരാമയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു ജോലി. ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ മെയിൻ ജോലി ഇതായിരുന്നു. 1 ഇതെല്ലാം ഒറ്റ ദിവസം കിട്ടിയാലോ. പിന്നെ കിട്ടിയത് ഒറ്റ ദിവസം 10 കിട്ടി. എന്തോ ഒരു ഭാഗ്യം കൂടുതലുള്ള ദിവസമായിരുന്നു അന്ന്. ഇത് പാട്ടൊക്കെ പാടും. ഇത് ഒരു കുരങ്ങനെ. പിന്നെ അടുത്ത പോരട്ടെ. ഇതൊരു കീ ചെയിനാണ്. പിന്നെ ഇനിയുണ്ട് ഒരു കുഞ്ഞു പട്ടിക്കുട്ടി. ഒരു പട്ടിക്കുട്ടി ഉണ്ട്, ഞങ്ങളുടെ കീ ചെയിനാണ്. എടുക്കാൻ പോകാൻ എനിക്ക് വയ്യ. പിന്നെന്താ കുരങ്ങൻ. അപ്പം അടുത്ത ഈ ട്രോളിയാണ്. ഈ ട്രോളിക്കകത്ത് മൊത്തം ഞാൻ പാത്രങ്ങളാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാം അടുക്കള രാവിലെ കുറച്ച് കൊണ്ട് വെച്ചായിരുന്നു അടുക്കള സാധനങ്ങള്. പിന്നെ ഞങ്ങളുടെ സാനിറ്റൈസർ, മാസ്കിന്റെ ബോക്സ്, പിന്നെ ഞങ്ങളുടെ ബാഗ്, ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ്, സർട്ടിഫിക്കറ്റ്സ്, കുറച്ച് ഡ്രസ്സ്, അതൊക്കെ വേറെ. അതൊക്കെ അകത്താക്കി ഷെൽഫിനകത്താക്കി. ഇത് നമ്മൾ ഒട്ടുമേ തൊടാതെ വെച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾക്ക്
വെള്ളിയാഴ്ച ഒരു വ്ളോഗ് ചെയ്യാം. ഇതെല്ലാം വ്ളോഗ് ചെയ്യാം. ഞാനിങ്ങനെ പാവക്കുട്ടീസിനെ എല്ലാവരുടെയും TV സ്റ്റാൻഡിലൂടെ കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെന്താ എനിക്കിപ്പോ ഈ പുതിയത് ഇങ്ങോട്ട് മാറി വന്ന സ്ഥലം നിങ്ങളെ കാണിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം വേറെ നല്ല രസമാണ് കാണാൻ അല്ലേ. ഇവിടുത്തെ അറബ്സിന്റെ റെസിഡൻഷ്യൽ ഏരിയ. അപ്പം അതേ രീതിയിലാണ് അവർ കൺസ്ട്രക്ഷൻ, വീടുകള്, പിന്നെ അവരുടെ മറ്റേ പനയില്ലേ, പനയുടെ പേര് പന അല്ല, ഈന്തപ്പനയൊക്കെയാണ് ഫ്രണ്ടില്. അപ്പൊ നല്ല പക്ക ഒരു എല്ലാരും അറബ്സിന്റെ കൺസ്ട്രക്ഷൻ നല്ല രസമാണ്. സ്ട്രീറ്റ് അതൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. ഇപ്പൊ ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ കാണിക്കുന്ന പോലെ നല്ല രസമാണ്. പക്ഷെ ഇരുട്ടായൊന്നും തോന്നുന്നില്ല. നല്ല രസമാണ്. ചൂടിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമ്മള് ഇതുവരെ റൂം ഷെയറിംഗിലാണ്. ഇപ്പൊ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്കൊന്ന് മാറിയത്. അപ്പൊ ഞങ്ങള് രാവിലെ നടക്കാൻ പോകണം, ഡയറ്റ് പ്ലാൻ, എക്സസൈസ്, അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടക്കാൻ എന്തെങ്കിലും പോകുകയാണെങ്കിൽ ആ സ്ട്രീറ്റ് ഒക്കെ അല്ല, അത് നടക്കാൻ പോയില്ലല്ലോ, അത് എന്തായാലും നിങ്ങളെ കാണിക്കുന്നത്. നടക്കാൻ പോയില്ലെങ്കിലും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പിന്നെ കുറെ മലയാളി ഫാമിലീസ് ഉണ്ട്. അത്യാവശ്യം പീസ് ഏരിയ. കാരണം നേരത്തെ നമ്മൾ നല്ല റഷ് ഏരിയയിലായിരുന്നു. ഇത് പക്ക റെസിഡൻഷ്യൽ ആയിട്ട് നല്ല എന്താ ശാന്തതയൊക്കെ ഉള്ള സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, നമ്മുടെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മളിനി കൂടുതലായിട്ടൊന്നും പറഞ്ഞ് വിറപ്പിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. സപ്പോർട്ടും ചെയ്യുക, കൂടെ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.